കൊച്ചിൻ ഹനീഫയുടെ അവസാന നാളുകളെക്കുറിച്ചും ക്യാമറയ്ക്ക് പിന്നിലുള്ള ഹനീഫ എങ്ങനെയുള്ള മനുഷ്യനായിരുന്നുവെന്നും വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ നടൻ്റെ ഭാര്യ ഫാസിലയുടെ സഹോദരൻ വെളിപ്പെടുത്തി. തൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞുവെന്ന് കൃത്യമായ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്നും പക്ഷേ തങ്ങൾ അതൊന്നും അറിഞ്ഞിരുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കലാകാരനായിരുന്നു അദ്ദേഹം. ഹനീഫയ്ക്കയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ കേൾക്കുന്നത് ഞങ്ങൾക്കെല്ലാം സന്തോഷമാണ്. മക്കൾക്ക് ഹനീഫിക്കയുടെ ഓർമ്മകളില്ല. കാരണം അവർക്ക് 4 വയസ്സ് മാത്രമേ അന്നുള്ളൂ. പക്ഷേ ഹനീഫിക്കയെക്കുറിച്ച് അവർക്കെല്ലാം അറിയാം. വാപ്പിച്ചി എന്തായിരുന്നുവെന്നത് ആ 2 മക്കൾക്കും അറിയാം. അവസാനത്തെ 6 വർഷമായിരുന്നു സിനിമയിൽ ഹനീഫിക്കയുടെ പീക്ക് സമയം. ബാക്ക് ടു ബാക്ക് വർക്കാണ്. സെറ്റിൽ നിന്ന് സെറ്റിലേക്ക്. രാത്രി 3 മണിക്കൊക്കെയാണ് വീട്ടിൽ തിരികെ വരിക. മക്കൾ ഉറങ്ങിയിട്ടുണ്ടാകും. എന്നിരുന്നാലും അവരെ എടുത്ത് കെട്ടിപ്പിടിച്ചിരുന്നു കരയും. തൻ്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞുവെന്നത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അസുഖത്തെക്കുറിച്ച് ആരോടും പറഞ്ഞില്ല. എൻ്റെ പെങ്ങൾ പോലും അദ്ദേഹം മരിക്കുന്നതിന് 4 മാസം മുമ്പാണ് അറിഞ്ഞത്. എല്ലാം മുൻകൂട്ടി കണ്ടാണ് അദ്ദേഹം ഭാര്യയോട് സംസാരിച്ചിരുന്നത് പോലും. മരിക്കുന്നതിന് 2 മാസം മുമ്പ് ഒരു ഷൂട്ടിങ്ങിന് അദ്ദേഹം പോയി. കമ്മിറ്റ് ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് ഒഴിവാക്കാൻ മനസ്സ് വന്നില്ല. നിൻ്റെ സ്ഥിതി മോശമാണ്, ഷൂട്ടിന് പോകരുതെന്ന് മമ്മൂക്കയും പ്രിയദർശൻ സാറും ഹനീഫിക്കയോട് പറഞ്ഞിരുന്നു. പക്ഷേ ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ട് അദ്ദേഹം അതൊന്നും വകവയ്ക്കാതെ ഷൂട്ടിന് പോയി. ഞാൻ അദ്ദേഹത്തിന് അസുഖം മൂർച്ഛിച്ചപ്പോൾ കാണാൻ വന്നു. എന്നോട് എൻ്റെ പെങ്ങൾ പറഞ്ഞു, നീ കണ്ടിട്ടുള്ള ഹനീഫയ്ക്ക അല്ല ഇപ്പോൾ. തുള്ളിച്ചാടി നടക്കുന്നയാളല്ല. അദ്ദേഹം ഒരുപാട് മാറി. ഭാരം കുറഞ്ഞു. ആകെ ക്ഷീണിതനാണ്. കണ്ടാൽ മനസ്സിലായിന്ന് പോലും വരില്ല. പക്ഷേ യാതൊരു കാരണവശാലും അദ്ദേഹത്തെ കാണുമ്പോൾ നിൻ്റെ മുഖഭാവം മാറരുത്. ഒരിക്കലും അദ്ദേഹത്തിന് ഒരു വിഷമം വരരുത്. അത്രത്തോളം അദ്ദേഹം മെലിഞ്ഞിരുന്നു. എയർപോർട്ടിൽ ഞാൻ അദ്ദേഹത്തെ കൂട്ടാൻ പോയിരുന്നു. സഹോദരനാണ് ഹനീഫയ്ക്കൊപ്പം ഉണ്ടായിരുന്നത്. വീൽചെയറിൽ ഇരുന്നു വരുന്ന അദ്ദേഹത്തിൻ്റെ രൂപം എന്നും മനസ്സിലുണ്ട്. എന്നും തുള്ളിച്ചാടി നടക്കുന്ന ഹനീഫയ്ക്കയെ മാത്രമേ അതുവരെ ഞാൻ കണ്ടിരുന്നുള്ളൂ. ആകെ ഷോക്കായി. പക്ഷേ പെങ്ങൾ പറഞ്ഞത് മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് അതൊന്നും മുഖത്തു വരാതെ ശ്രദ്ധിച്ചു. എന്നെ കണ്ടതും ആദ്യം എൻ്റെ ജീവിതത്തിലെയും ജോലിയിലെയും ഓരോ കാര്യങ്ങളാണ് ആദ്യം ചോദിച്ചത്. അത്രത്തോളം കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന വ്യക്തിയാണ്. തെലുങ്ക് പടത്തിൻ്റെ ഷൂട്ടിങ്ങിനാണ് അദ്ദേഹം പോയത്. ദുബായിലായിരുന്നു ഷൂട്ട്. അന്ന് അവിടെ കൊടും തണുപ്പാണ്. എന്നിട്ടും അസുഖത്തിനിടയിൽ അദ്ദേഹം തൻ്റെ രംഗങ്ങൾ സ്മാർട്ടായി അഭിനയിച്ച് പൂർത്തിയാക്കി. ഷൂട്ട് കഴിഞ്ഞയുടൻ തളർന്നു വീണു. പിന്നെ എഴുന്നേറ്റിട്ടില്ല. പടത്തിന് ബാധിക്കാതിരിക്കാനാണ് അദ്ദേഹം അസുഖത്തിനിടയിലും അഭിനയിച്ചത്. ഒരുപാട് പേരെ സഹായിക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ ആരെയും അറിയിച്ചിട്ട് അല്ല ചെയ്തിരുന്നത്. ഞാൻ ചിലതൊക്കെ നേരിട്ട് കണ്ടിരുന്നു. അദ്ദേഹം പലർക്കും കടം കൊടുത്തിരുന്നു. അദ്ദേഹം മരിച്ചെന്ന് അറിഞ്ഞ് അവരെല്ലാം എൻ്റെ പെങ്ങളെ വിളിച്ച് പണം തിരികെ കൊടുക്കാൻ കുറച്ചുകൂടി സാവകാശം ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം കടം കൊടുത്ത കാര്യം ഞങ്ങൾ അറിയുന്നതെന്നും ഭാര്യാ സഹോദരൻ പറഞ്ഞു.